എവരിബഡി, വെൽക്കം ടു മൈ ചാനൽ ഫിറ്റ്നസ് ലവർ സുമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ന്യൂസ് കണ്ടതും അത് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതും. ട്രാവൽ ബ്ലോഗറും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുമായ ആൻവി ഖംഠാർ 27 വയസ്സുള്ള ഒരു പെൺകുട്ടി, മുംബൈ സ്വദേശിനിയാണ്. റീൽസ് ചിത്രീകരണത്തിനിടെ 300 അടി താഴ്ചയിൽ വീണ് മരണപ്പെട്ട ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കേട്ടത്. അതിപ്പോൾ ഒത്തിരി വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, എങ്കിലും എനിക്കത് കൂടുതലും മാനസികമായിട്ടൊരു വിഷമം തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടിയെ പോലെ തന്നെ ഞാനൊരു ബ്ലോഗറാണ്, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനും റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ, പ്രത്യേകിച്ച് ടൂർ പോകുമ്പോഴോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് എനിക്ക് ആദ്യം ഓർമ്മ വന്നത്. പക്ഷെ അതുപോലെ ഒത്തിരി അതിനേക്കാൾ ഉയരത്തിൽ ഒത്തിരി നല്ല ഫോളോവേഴ്സും റീച്ചും ഒക്കെ ഉള്ള റീൽസൊക്കെ എടുക്കുന്ന ഒരു പെൺകുട്ടിക്കാണ് ഇങ്ങനെ ഒരു ധാരണ ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കത് വളരെയേറെ മനസ്സിന് വളരെയേറെ വിഷമം തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു വിഷമം ഒരു മുന്നറിയിപ്പും കൂടിയിട്ടാണ് എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ബ്ലോഗ് എടുക്കാൻ പോകുമ്പോഴാണെങ്കിലും റീൽസ് എടുക്കാൻ പോവുകയാണെങ്കിലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. കാരണം എല്ലാവർക്കും ഈ എന്താ പറയുക, സാഹസികത ഇഷ്ടപ്പെടുന്നവരാണ് യൂത്ത്, പ്രത്യേകിച്ച് സാഹസികത ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതലും. പക്ഷേ സാഹസികത ഇഷ്ടപ്പെട്ടുകൊണ്ടിട്ടോ കുറച്ച് സാഹസികത ചെയ്തെന്നോർത്ത് ഒരു തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ ജീവൻ പണയം വെച്ചിട്ട് ഒരിക്കലും അത് ചെയ്യരുത്. ശരിക്കും ഒരു റീല് ചിലപ്പോൾ എടുക്കുമ്പോൾ ഒരു പക്ഷേ അത് വൈറലായേക്കാം. പക്ഷെ ആ വൈറലാവുന്ന വീഡിയോ നമ്മൾ കാണാനായിട്ട് നമ്മൾ തന്നെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ചുവരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ ആ റീൽസ് കാണാനല്ലാണ്ട് നമ്മൾ വൈറലായിട്ടൊരു കാര്യമില്ല. അപ്പോൾ ശരിക്കും ഇതൊരു മുന്നറിയിപ്പും കൂടിയിട്ടാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഇപ്പോൾ യൂത്ത് ആണെങ്കിലും ഒക്കെ ടൂറ് പോകുമ്പോഴാണെങ്കിലും അതല്ലെങ്കിലും, ഇപ്പോൾ നിങ്ങൾ റീൽസും കാര്യങ്ങളൊന്നും ഇടുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴാണെങ്കിലും നിങ്ങളെപ്പോഴും കെയർഫുള്ളായിരിക്കുക. എപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എടുക്കുമ്പോഴൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോയാണ്, ഒരു കുടുംബത്തിലുള്ള മൊത്തം ആൾക്കാർ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ നടുക്ക് ഫാമിലി 7 പേരോ എന്തോ ഉണ്ട്, ഫാമിലി ആയിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവർ ആ നടുക്ക് ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന, അത് വൈറലായൊരു വീഡിയോ ആണ് യൂട്യൂബിൻ്റെ അകത്തൊക്കെ. ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് അത് ശരിക്കും ഒരു 25 മിനിറ്റ്സോളം ആ വീഡിയോ ഉണ്ട്. പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടി അവസാനം ഓരോരുത്തരായിട്ട് ഒലിച്ചു പോകുന്ന ആ ഒരു, ആദ്യം 2 പേര് ഒലിച്ചു പോയി. അത് ആ ഇങ്ങനെ കൂടെ നിൽക്കുന്ന, കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് തൻ്റെ കുടുംബാംഗങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവരെല്ലാവരും ഒലിച്ചു പോയിട്ട് 2 പേരും എന്തോ നീന്തി രക്ഷപ്പെട്ടു, ബാക്കി എല്ലാവരും മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമ്മൾ പിന്നീട് കേട്ടത്. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ഒരു മാനസികാവസ്ഥ. ഞാൻ ആ വീഡിയോ കുറേ നേരം ഞാൻ എടുത്തെടുത്ത് ഞാൻ നോക്കി. വീട്ടിൽ എൻ്റെ അമ്മേനെ ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ അമ്മ പറഞ്ഞിട്ട് ഇത് ന്യൂസ് ചാനലൊക്കെ കാണിച്ച കാര്യമാണ്. ശരിക്കും വളരെയേറെ അവരുടെ ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ. നല്ല രീതിയിൽ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പോയി. അവരവിടെ ചെന്ന് ഒരു വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങണ്ടെന്ന് എൻജോയ് ചെയ്യണ്ടെന്നും അല്ല പറയുന്നത്. പക്ഷെ പ്രകൃതി നമ്മളുടെ ആ ഒരു കൈപ്പിടിയിലൊന്നും വരത്തില്ല. മണ്ണിടിച്ചിലുണ്ടാവുന്നത് കണ്ടിട്ടില്ലേ? ഇടിമിന്നൽ കൊണ്ടിട്ട് ആൾ മരിച്ചു പോകുന്നുണ്ട് എന്ന് വെച്ചാൽ എല്ലാ ഇടിമിന്നലും വരുമ്പോൾ ആൾക്കാർ മരിച്ചു പോകുന്നൊന്നുമില്ല. അപ്പം നമ്മൾ കഴിയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പം അവർ ആ ഒരു സിറ്റുവേഷനിൽ പോയപ്പോൾ അവർക്ക് ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വെള്ളച്ചാട്ടത്തിൽ അവർ ഇറങ്ങുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാമായിരുന്നു. ഇവിടെ ആൾക്കാർ ഒരുപാട് വെള്ളം അവിചാരിതമായിട്ട് വരുമോ, എങ്ങനെയാണ്, സേഫ് ആണോ എന്നൊക്കെ ഒന്ന് തിരക്കിയിട്ടൊക്കെ വേണമെങ്കിൽ അതിൽ ഇറങ്ങിയാൽ മതിയായിരുന്നു. എങ്ങനെയോ അവരതിൽ പെട്ടുപോയി. അവരവിടെ തന്നെ നിന്നു. അവരെല്ലാവരും കൂടി ആ ഒരു വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവരവിടെ നിന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പെടാതെ നോക്കുക. എവിടെ യാത്ര പോയാലും എപ്പോഴും നമ്മൾ കെയർഫുള്ളായിരിക്കും. അപകടം പതുങ്ങിയിരിപ്പുണ്ട് പല സ്ഥലത്തും, അത് ഏത് രൂപത്തിലും വരാം. ഈ പ്രകൃതി കൊണ്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിലും വരാം, അതല്ലെങ്കിൽ ചിലപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണമാണെങ്കിൽ അങ്ങനെയും വരാം. അതിനൊക്കെ പ്രതിരോധിക്കാനായിട്ട് വേണ്ട ആയുധങ്ങളും മറ്റും എല്ലാം അലേർട്ടായിട്ട് വേണം നമ്മൾ എപ്പോഴും യാത്രകൾ പോകുമ്പോൾ. യാത്രകൾ പോകണ്ടെന്നല്ല, യാത്രകൾ പോകണം, എൻജോയ് ചെയ്യണം. മനസ്സിൻ്റെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് തന്നെയാണ് യാത്രകൾ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനെയുള്ള റീൽസ് എടുക്കുന്നത്, വ്ളോഗ് ചെയ്തിട്ട് വൈറലാക്കുന്നത്, ഇതൊക്കെ ഇടുന്നവരെന്തായാലും വൈറലാകണമെന്ന് ആഗ്രഹിച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യതയും കൂടി ചെയ്യാനായിട്ട് ഇവർക്ക് ഒരു, പ്രത്യേകിച്ച് യൂത്തിനാകുമ്പോൾ ഇങ്ങനൊരു ടെംപ്റ്റേഷൻ ഉണ്ടാവും. പക്ഷെ അതിനൊരു പരിധി വെക്കുക, കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ പെൺകുട്ടി ഈ 300 അടി താഴ്ചയിലേക്ക് വീണതിന് ശേഷം അവൾക്ക് ജീവനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ എന്തോരം വേദന ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് പിന്നെ ഒരു കണക്കിന് റോപ്പൊക്കെ ഇട്ട് കയറാൻ നോക്കിയിട്ടും മുകളിലെത്തിയിട്ടും ശരിക്കും ജീവൻ ഇങ്ങനെ പോയി വേദനിച്ച് ശരിക്കും ആ ഒരു മരണസമയത്ത് എന്തെല്ലാം ഞാൻ ഇമാജിൻ ചെയ്യണം. ആ പെൺകുട്ടി എന്തെല്ലാം ആലോചിച്ച് കാണും.
ദൈവമേ വേണ്ടിയിരുന്നില്ല, ഞാനിവിടെ ഈ വെള്ളച്ചാട്ടത്തിൽ ഇവിടെ നിൽക്കേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ കാര്യം എന്തായിരിക്കും, എന്തെല്ലാം കാര്യങ്ങൾ ആ കുട്ടിയുടെ മനസ്സിൽ വന്ന് വേദനിച്ചായിരിക്കും ആ പെൺകുട്ടി ആ മരണത്തിന് കീഴടങ്ങിയത്. അപ്പോൾ ഇനിയിപ്പോൾ ആ പെൺകുച്ചിന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറയുന്നത് വരാതിരിക്കാൻ നോക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു അപകടം കഴിഞ്ഞത് നമ്മളുടെ ശരീരം, നമ്മളുടെ സേഫ്റ്റി നമ്മളുടെ കൈകളിലാണ്. ഒരുപാട് ആൾക്കാർ സേഫ് ആക്കാനായിട്ട് ഒരു പോലീസ് സംവിധാനങ്ങളാണെങ്കിലും എന്താണെങ്കിലും ഇപ്പം നമ്മുടെ ബന്ധുക്കളാണെങ്കിലും ഒക്കെ സേഫ് ആക്കാൻ ആൾക്കാരുണ്ട്, അവരുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനേക്കാൾ ഉപരി നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുക. വല്ലതും പറ്റിക്കഴിഞ്ഞിട്ട് അയ്യോ എനിക്കത് വേണ്ടിയിരുന്നില്ല, എനിക്ക് ഇവിടെ വരേണ്ടിയിരുന്നില്ല എന്നൊക്കെ ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ വീടിന് പുറത്തിറങ്ങിയാലും ഞാൻ അതേ പറയുള്ളൂ, നമ്മളെപ്പോഴും അലേർട്ടായിരിക്കുക. അപകടം എവിടെ വേണമെങ്കിലും പതിഞ്ഞിരിക്കുക. അത് പ്രത്യേകം കെയർഫുള്ളായിട്ട് വേണം നമ്മളെപ്പോഴും മുമ്പോട്ട് പോകാനായിട്ട്. വന്ന് ഭവിച്ചിട്ട് വേണ്ടിയിരുന്നില്ല, വരേണ്ടിയിരുന്നില്ല, ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ എല്ലാവരും ശരിക്കും കെയർഫുള്ളായിരിക്കണം. പ്രത്യേകിച്ച് ടൂർ പോകുന്ന ആൾക്കാരാണെങ്കിലും റീൽസ് എടുക്കുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ എപ്പോഴും യൂത്ത്, പ്രത്യേകിച്ച് യൂത്ത്, അവർക്കാണ് ഒരു ആവേശം. കെയർഫുള്ളായിരിക്കുക. പിന്നെ വേറൊരു കാര്യം എനിക്ക് പെട്ടെന്ന് മെമ്മറി വന്നൊരു കാര്യമാണ് കേട്ടോ. ഞാനിത് മുൻകൂട്ടി ഇത് പറയാൻ വേണ്ടി വിചാരിച്ചല്ല, ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിൽ വരുന്ന കാര്യമാണ്. ബൈക്കിന് ചീറിപ്പാഞ്ഞു പോകുന്ന ചില ബോയ്സ് ഉണ്ട്. ഞാൻ പറയണത് എന്താണെന്നറിയാമോ? ഇത് അങ്ങനെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയണേണ്, മറ്റുള്ള എല്ലാവർക്കും പുച്ഛമാണ്. നിങ്ങൾ എന്താണ് കരുതിയിരിക്കുന്നത്? ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ഭയങ്കര ഓടിച്ചോണ്ട് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഹീറോയിസം, നിങ്ങളൊരു ഹീറോയിസം കാണിക്കണം നിർത്തിയിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾ ഹീറോയാണെന്ന് കരുതുമെന്ന് വിചാരിച്ചിരിക്കണം. ഒരിക്കലും അല്ല. വെറുപ്പും പുച്ഛവും മാത്രമേ ഉള്ളൂ. എനിക്കത് കൃത്യമായി അറിയുന്ന കാര്യമാണ്. എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ പുറത്ത് എവിടെയെങ്കിലും ഇരിക്കുമ്പോഴാണെങ്കിൽ ഇതുപോലുള്ള വണ്ടികൾ പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അലവലാദികൾ, തെണ്ടികൾ, എന്തെല്ലാം മോശപ്പെട്ട വർത്തമാനങ്ങൾ ഇങ്ങനെ പോണ ബോയ്സിനെ ഈ ആ ചുറ്റുവട്ടത്തിരിക്കുന്നവർ പറയുന്നത്, ദേ വരുന്നു ശല്യം, അയ്യോ എന്തിനാണ് ഇങ്ങനെ കേൾപ്പിക്കുന്നത്? എന്തിനാണ്? നിങ്ങൾ ആവശ്യത്തിന് നോർമലായിട്ടുള്ള ഒരു ഇതിൽ പോയാൽ പോരെ? ഭയങ്കര ശബ്ദത്തിൽ ഇങ്ങനെ ഉറപ്പിച്ചങ്ങൾ ഓടിച്ചിട്ട് എവിടെയെങ്കിലും പോയി വീണ് കഴിയുമ്പോൾ സമാധാനമാണ്. അങ്ങനെ വീണ് കഴിയുമ്പോൾ നിങ്ങളും വിഷമിക്കാനുണ്ടാവും, നിങ്ങളുടെ വീട്ടിലുള്ളവർ വിഷമിക്കാനുണ്ടാവും. അല്ലാണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നല്ല ഹീറോ ആയിട്ട് നിന്നു, മറ്റുള്ളവർ ഹീറോ ആയിട്ട് കണ്ടു എന്ന് വിചാരിക്കപ്പെടുന്ന എല്ലാവരും അവൻ്റെ ആ പോക്ക് കണ്ടാൽ തന്നെ അവൻ വീഴുന്നു, കണക്കായി പോയി എന്നേ പറയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊന്ന് ഒരു ആരെ കൊണ്ടൊന്നും പറയിപ്പിക്കാതിരിക്കുക. സാഹസികതയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവനെ ബുദ്ധിമുട്ടോ സ്വന്തം ജീവനോ പണയം വെക്കരുത്. നമുക്ക് ശരിക്കും അതിൻ്റെ വിശദാംശങ്ങളൊന്ന് കേൾക്കാം. വെള്ളച്ചാട്ടത്തിൽ വെച്ച് റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ഒന്നോടി താഴ്ചയിലേക്ക് വീണ് യുവതിക്ക് ദാരുണത്തിൽ സംഭവിച്ചു. ട്രാവൽ ബ്ലോഗറും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുമായ മുംബൈ സ്വദേശി ആൻഡി ഖന്ദാറാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. മഹാരാഷ്ട്രയിലെ റായ്ഗഡിനടുത്തുള്ള മുംബൈ വെള്ളച്ചാട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് ഇവർ വെള്ളച്ചാട്ടത്തിലേക്ക് പതിച്ചത്. കൂട്ടുകാർക്കൊപ്പമാണ് ആൻഡി മുംബൈ വെള്ളച്ചാട്ടം കാണാൻ എത്തിയത്. റീൽസ് ഷൂട്ട് ചെയ്യുന്നതിനിടെ കാൽവഴുതി ആൻഡി വെള്ളച്ചാട്ടത്തിലേക്ക് പതിക്കുകയായിരുന്നു. ഉടൻ തന്നെ ആൻവിയുടെ സുഹൃത്തുക്കൾ പോലീസിനെ വിവരം അറിയിച്ചു. രക്ഷാപ്രവർത്തനം 6 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ആൻവിയെ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. വീഴ്ചയിൽ സംഭവിച്ച പരിക്കുകൾ കാരണം കഴിഞ്ഞ ദിവസമാണ് മരണം സംഭവിച്ചത്. ചാർട്ടേഡ് അക്കൗണ്ടന്റായ ആൻവി ട്രാവൽ ബ്ലോഗർ എന്ന നിലയിലും പ്രശസ്തയാണ്. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ആൻവി കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ, ഓരോ സ്ഥലത്തെയും പ്രത്യേകതയുള്ള ഭക്ഷണങ്ങൾ തുടങ്ങിയവയെ കുറിച്ച് നിരവധി വീഡിയോകൾ ചെയ്യാറുണ്ട്. ആൻവിയുടെ മൺസൂൺ കാല യാത്രകൾ സംബന്ധിച്ച വീഡിയോകൾ വൈറലായിരുന്നു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മുംബൈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ശ്രദ്ധയില്ലാതെ റീൽസ് ഷൂട്ട് ചെയ്യുന്നതിനിടെ പല അപകടങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലടക്കം ഇത്തരത്തിൽ ട്രെയിനിന്റെ മുകളിൽ കയറി റീൽസ് ഷൂട്ട് ചെയ്യുക, ട്രെയിൻ പാളത്തിന് സമീപം, അതുപോലെ ഇത്തരം അപകടകരമായ മേഖലകളിലും ഡാമുകളിലും ഒക്കെ തന്നെ റീൽസ് ഷൂട്ട് ചെയ്യുക ഒക്കെ തന്നെ വലിയ അപകടങ്ങളിലേക്കും മരണത്തിലേക്കും ഒക്കെ നയിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സ്ഥിരം വാർത്ത എന്നുള്ള നിലയ്ക്കാണ് ഇത്തരം റീൽസ് ഷൂട്ട് ചെയ്യുന്നതിനിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ പെട്ടിരിക്കുന്നത്. വാഹനം പുറകോട്ടെടുക്കുന്നതിനിടെ കൊക്കയിലേക്ക് വീണ് ഒരു യുവതി മരിച്ചിരുന്നു. നേരത്തെ കെട്ടിടത്തിന് മുകളിൽ ഒരു യുവതി ശരിക്കും പറയുകയാണെങ്കിൽ എന്തോ ഒരു മിടുക്കി പെൺകുച്ചല്ലേ അത്. ശരിക്കും എത്ര ഉയരങ്ങളിൽ എത്തേണ്ട ആളാണ്, എത്ര അംബിഷൻസ് ഉള്ളൊരു പെൺകുട്ടിയായിരിക്കും ഇതൊക്കെ ചെയ്ത് ഉയരങ്ങളിലെത്തണം. ശരിക്കും ഒത്തിരി എന്താ പറയണ്ടേ, ശരിക്കും നല്ലൊരു ലൈഫൊക്കെ എൻജോയ് ചെയ്ത് നടക്കുന്നൊരു, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഭാഷയെ പറയാൻ ഈ അടിച്ചു പൊളിച്ചൊക്കെ നടക്കുന്നൊരു പെൺകുട്ടികൾ. എനിക്ക് അത്യാവശ്യം അടിച്ചു പൊളിച്ച് നടക്കുന്ന പെൺപിള്ളേരൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാനും അങ്ങനെ ഒരു ടൈപ്പാണ്. അപ്പോൾ ശരിക്കും എനിക്ക് ഫോട്ടോസ് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത വിഷമം തോന്നുന്നു. ഇങ്ങനെ എത്രയോ പേരിങ്ങനെ മരണപ്പെടുന്നുണ്ട്. അതേപോലെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ട് കുറേ പേര് അവിടെ പോയിട്ട്
പോകുന്നുണ്ട്, അപകടം സംഭവിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്നത് അവർ ആ ഒരു സിനിമ ഉണ്ടാക്കിയത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. അതായത് അവിടെ കുറച്ച് കൂട്ടുകാർ പോയിട്ട് അവിടെ ഒരാൾക്ക് അവർ അപകടം അവിചാരിതമായിട്ട് സംഭവിച്ചതാണ്. ഒരിക്കലും അവർ ആഗ്രഹിക്കാണ്ട് പ്രതീക്ഷിക്കാണ്ട് അവിചാരിതമായിട്ട് ഒരു അപകടം സംഭവിച്ച്, അതും ആ ഒരു കൂട്ടുകാരനാണ്. പലരും വേണ്ട പോണ്ട ഇറങ്ങണ്ടട്ടാ നിങ്ങൾ മരണപ്പെടുമെന്ന് പറഞ്ഞിട്ട് സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ട് ഒരു ഫ്രണ്ടാണ് എടുത്ത് ആ ഒരു കിടന്ന ആ വ്യക്തി എടുത്ത് പൊക്കിക്കൊണ്ടും വന്നത്. പക്ഷെ അതങ്ങനെ ശരിക്കും അങ്ങനെ അവിടെ ഇറങ്ങി പൊക്കിക്കൊണ്ടും വന്നാൽ തന്നെയും ഇവർ രണ്ടുപേരും ചിലപ്പോൾ അങ്ങോട്ട് അടിയിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അവിചാരിതമായിട്ട് അവർ ആഗ്രഹിക്കാണ്ട് പ്രതീക്ഷിക്കാണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയും എന്തോ ആ വീണ ആളുടെ ഭാഗ്യം കൊണ്ടിട്ട് അവിടെ നിന്നിരുന്ന ഒരു ആത്മാർത്ഥതയുള്ളവരാണ് കൂടുതലും സഹായിക്കാൻ പോകുന്നത്. ജീവൻ പോലും പണയം വെച്ച് അയാളെ രക്ഷപ്പെടുത്തി എടുത്തി കൊണ്ടുവന്ന് അതൊരു പുറലോക സ്വാഭാവികമായിട്ടും വാർത്തകൾ വരുന്നതുകൊണ്ടിട്ട് അതിൻ്റെ ബേസിൽ ഒരു സിനിമ ഇറങ്ങി എന്നും പറഞ്ഞ് അത് കാണാൻ വേണ്ടി പോയിട്ട് അവിടെ പോയിട്ട് സാഹസികത കാണിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? ഇങ്ങനെ നിങ്ങൾ അതിനുശേഷം ഇങ്ങനെ ഇതുപോലെ കൂട്ടുകാരുമായിട്ട് പോയിട്ട് വല്ലവരും വീഴുവാണെങ്കിൽ കൂടെ നിൽക്കുന്നവരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞൊന്നുമില്ല. അവർ വിചാരിക്കും അയ്യോ വീണ് ഞങ്ങൾക്ക് ഇനി പോയിട്ട് അതിൻ്റെ പുറകെ ചാവാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? മഞ്ഞുമൽ ബോയ്സിനെ പോലെ രക്ഷിക്കേണ്ട ആരും വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ടിട്ട് ഇങ്ങനെയുള്ള പോഴത്തരങ്ങൾക്കൊന്നും പോകാതിരിക്കുക നിങ്ങൾ. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ വീടിന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപകടം വീടിൻ്റെ അകത്താണെങ്കിലും വരാം, എങ്കിൽ പോലും കൂടുതൽ അപകടങ്ങൾ വീടിന് പുറത്തും സംഭവിക്കാം. പ്രത്യേകിച്ച് യാത്രകളൊക്കെ പോകുമ്പോൾ നിങ്ങളെപ്പോഴും പ്രകൃതി, അതായത് വെള്ളച്ചാട്ടം എന്താണെങ്കിലും ഇടിമിന്നലോ എന്താണെങ്കിലും പ്രകൃതിയെ നിങ്ങൾ വായിക്കണം, സാമൂഹ്യ വിരുദ്ധരെ നിങ്ങൾ വായിക്കണം. അതിന് വേണ്ടിയിട്ട് സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ പെപ്പർ സ്പ്രേ കയ്യിൽ കരുതാം. പിന്നെ അതുകൊണ്ട് ഒരുപാട് ചെറിയ നൈഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യാത്രയിലൊക്കെ പോകുമ്പോൾ കരുതുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. അത് ഓരോ സ്ഥലത്തും ഓരോ നിയമമാണ്. ആ നിയമത്തിനനുസരിച്ച് വേണം നമ്മൾ ഓരോ ആയുധങ്ങൾ കയ്യിൽ കരുതാനായിട്ട്. അല്ലാണ്ട് എവിടെയെങ്കിലും പോയി എന്താ ആയുധം വേണമെങ്കിലും കയ്യിൽ കരുതാം, അങ്ങനെയല്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും കയ്യിൽ കരുതുക. എന്നിട്ട് വേണം നിങ്ങൾ യാത്രകൾ പോകാനായിട്ട്. കാരണം അപകടം എവിടെ വേണമെങ്കിലും പതിയിരിക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും കെയർഫുള്ളായിരിക്കും. നമ്മളാൽ കഴിഞ്ഞത്ര ശ്രദ്ധിക്കുക, നമ്മളെയും നമ്മുടെ ഫാമിലിനെയും. പിന്നെ വരാനുള്ളതൊക്കെ ദൈവത്തിൻ്റെ കൈകളിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടിട്ട് എന്തെങ്കിലും വന്നിട്ട് നമ്മളിങ്ങനെ വായു വലിച്ചിങ്ങനെ നടക്കുമ്പോൾ അയ്യോ എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റിയതാണല്ലോ, ഞാനിവിടെ വരേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം അങ്ങനെ കിടന്ന് നിലവിളിക്കാതിരിക്കാനായിട്ട് എപ്പോഴും കെയർഫുള്ളായിരിക്കുക. യാത്രകളൊക്കെ നന്നായിട്ട് പോവുക, ആസ്വദിക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക. ഇങ്ങനെയുള്ള അപകടങ്ങളൊന്നും പെടാതിരിക്കാനായിട്ട് മാക്സിമം നമ്മൾ പ്രാർത്ഥിക്കുക, അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.